സാധനമാണ് ഗൈസ്. നമ്മുടെ ഡോറിമോൻ്റെ ഡോറ കേക്ക്. ഇവിടെ കുറേ സാധനമുണ്ട് ഗൈസ്. ഇവിടെ ഒന്ന് കാര്യമായിട്ടായിരിക്കണം. പാവ് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന്, പക്ഷേ ഇതിനകത്ത് റെഡ് ബീൻ ഫ്ലേവർ ആയതുകൊണ്ട് വാങ്ങാൻ തോന്നില്ല ഗൈസ്. നമ്മളങ്ങനെ ഏഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കുറേ സാധനമൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിരുന്നു. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫോണിലൊരു മെസ്സേജ്, ബാക്കപ്പ് വേണോ വേണ്ടായിരുന്നു, വാട്സപ്പിൽ നിന്ന്. ഞാൻ എല്ലാ ദിവസവും ബാക്കപ്പ് ഇട്ടേക്കുന്നുണ്ട്. ഞാനത് ബാക്ക് അടിച്ച് വിട്ട്. എന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ആവുന്നില്ല. എൻ്റെ നെഞ്ചിനകത്ത് കൂടെ തീ പാറി. അത് കഴിഞ്ഞ് ഞാൻ സ്വിച്ച് ഓഫ് ഒക്കെ ആക്കി ഫോൺ ഓണാക്കിയപ്പം എൻ്റെ ജർമ്മൻ നമ്പറിലെ വാട്സപ്പ് മാത്രമേ ഉള്ളൂ. എൻ്റെ മറ്റേ വാട്സപ്പ് കാണുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് വെപ്രാളം കയറി നാട്ടിൽ വിളിച്ച് ഇൻ്റർനാഷണലാക്കി എൻ്റെ സിം. എന്നിട്ട് ഞാൻ കോഡൊക്കെ അടിച്ച് വാട്സപ്പ് കിട്ടി. പക്ഷെ എൻ്റെ എല്ലാ ചാറ്റും പോയി. എനിക്ക് ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട കുറേ ചാറ്റുണ്ടായിരുന്നു, അതെല്ലാം പോയി. അതിൻ്റെ വിഷമം മാറ്റാൻ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ റൂംമേറ്റിൻ്റെ കൂടെ നമ്മൾ ഡഗ്ലസ് വരെ കയറി. പൈസക്കാർക്ക് എന്തോ ആവാമല്ലോ. ഡഗ്ലസ് കയറി നോക്കിയപ്പോൾ കൈലി കോസ്മെറ്റിക്സ് ഇരിക്കുന്നു. ടെസ്റ്ററുള്ളപ്പം നമ്മളെന്തിനാ വാങ്ങുന്നേ? ടെസ്റ്ററിലെടുത്ത് കൈലി കോസ്മെറ്റിക്സ് എനിക്ക് ചേരുന്നൊരു ഷെയ്ഡ് എടുത്ത് ചുണ്ടലോട്ടങ്ങിട്ട്. കൈലി കോസ്മെറ്റിക്സ് ഉപയോഗിച്ചൊന്നും ആയി, വാങ്ങിച്ചോ അതും ഇല്ല. ഒരു മനസുഖം. പൈസക്കാർ ഇവിടുന്ന് ഓർഡിനറിയുടെ സിറമൊക്കെ വാങ്ങിച്ചു. നമ്മളെപ്പോലുള്ളവരോടെ കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കാർഡ് തരട്ടെ, അടുത്ത തവണ വരുമ്പം നല്ല ഓഫറൊക്കെ കിട്ടും, ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ചാടിക്കയറി ഞാനും എഴുതി കൊടുത്തു എൻ്റെ ഇമെയിൽ. അങ്ങനെ നമ്മൾ ഡഗ്ലസിൽ നിന്ന് പുറത്തിറങ്ങി ബ്രസ്റ്റൻ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം കൈ നിറയെ സാധനങ്ങളുള്ളതുകൊണ്ടും നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ടും നമ്മളിത് നൂത്ത് പിടിച്ച് നടക്കണം റെയിൽവേ സ്റ്റേഷൻ വരെ. നല്ല സുഖമുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ യാത്ര ഇവിടെ നിർത്തി വീട്ടിലേക്ക് പോകുന്നു. ഒരു മാളോ ഷോപ്പിംഗ് മാർക്കറ്റോ ഒന്നുമല്ല, ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടാ. മുട്ടായി അടിക്കടിക്ക് വെച്ചേക്കുന്നു, പക്ഷെ ഇത് മുട്ടായി അല്ല ഗൈസ്. ഇത് നല്ല വിചരമ്പിച്ച റെയിൽവേ സ്റ്റേഷൻ. വാവ്. നമ്മൾ ടിപ്പിക്കൽ മലയാളി ആയതുകൊണ്ടും കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്തതുകൊണ്ടും തന്ത്രപരമായിട്ട് ഞങ്ങൾ ഇന്നലെ കടയിൽ പോയി, നെറ്റോയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു. പൈസ ഇല്ലാത്തതുകൊണ്ട് സാധനം വാങ്ങിച്ചത് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ വാങ്ങിച്ചത് റാപ്പ് ഉണ്ടാക്കാനുള്ള ടോർട്ടില്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മളിനി ഇവിടെ നിന്ന് തിന്നും. നമ്മളോടാ കളി. അക്കൗണ്ട് 8 യൂറോയും ഉണ്ട്. ഊട്ടി തണ്ടാൻ ഇറങ്ങിയേക്കുക രണ്ടും. അനോണിമസ് റൂംമേറ്റ് വല്ലതും പറയാനുണ്ടോ? അനോണിമസ് റൂംമേറ്റ്, എനിക്ക് വിശക്കുന്നു. നമ്മളെന്നാൽ കഴിക്കട്ടെ ഗൈസ്. എൻ്റെ റൂംമേറ്റ് ഉണ്ടാക്കിയ സ്പെഷ്യൽ റാപ്പാണ് ഗൈസ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ബൈറ്റ് നിങ്ങളെടുത്തോ. ഇവിടെ ഞാനൊരു പാചക വിദഗ്ധയെ കാണുന്നു. കൊള്ളാം റൂംമേറ്റ്, കൊള്ളാം, സൂപ്പർ. നമ്മൾ എത്ര നേരം ഇവിടെ ഇരിക്കണം? 1 മണിക്കൂർ. 1 മണിക്കൂറോ? അതെ, 1 മണിക്കൂർ. Guys, let's unbox our Asian supermarket items. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇത് എന്തുവാണെന്നറിയത്തില്ല, ഫ്ലേവറൊന്നും. എന്തോ ഒരു റാമൻ, അതറിയാം. റാമൻ തിന്നാൻ കൊതിയുള്ളത് കൊണ്ടും ഓക്കെ നമ്മൾ അങ്ങ് വാങ്ങി. റാമൻ്റെ പാക്കാണ്. പിന്നെ വീണ്ടും റാമൻ, ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന റാമൻ. മറ്റേത് പാക്കറ്റിൽ, ഇത് ബോക്സിൽ. അത്രയും വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്, നമ്മൾ 2 പേരുണ്ടല്ലോ അതുകൊണ്ട്. ഓക്കെ, അത് 2 എണ്ണം. ആൻഡ്
ഫ്രോസൺ വെണ്ടയ്ക്ക ഗൈസ്, ഫ്രോസൺ വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അടുത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ പോയപ്പോൾ വെണ്ടയ്ക്ക കണ്ടു, അപ്പം തന്നെ നമ്മളിങ്ങനെ ചാമ്പി. അടുത്തത് നല്ല പച്ചമുളക്. എരിവുണ്ടെന്ന് തോന്നുന്നു, എരിവുണ്ടെന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു. പിന്നെ എനോക്കി മഷ്റൂം. മുക്ബാങ് വീഡിയോസ് കണ്ട് അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നു ഈ സാധനം വാങ്ങിക്കഴിക്കണമെന്ന്. ഞാനല്ല, എൻ്റെ അമ്മ വിചാരിക്കുന്നതാണ്. അമ്മ എപ്പോഴും എന്നോട് പറയും എവിടെ പോയാലും ഈ സാധനം എവിടെ കിട്ടുമെന്ന് നോക്കാൻ. അമ്മ, ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം അഭിപ്രായം. പിന്നെ നമ്മൾ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചു. ഇതും ഞാൻ മുക്ബാങ് വീഡിയോസിൽ കണ്ട് വാങ്ങിക്കണമെന്ന് വെച്ച സാധനമാണ്. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്കറിയത്തില്ല. ഗോജൂജാങ് സോസ്, അതാണ് സമയം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ വേറെ എന്തുണ്ടല്ലോ, ചെറുപയർ. നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മിസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമായിരുന്നു ചെറുപയർ. അറ്റ് ലാസ്റ്റ് നമ്മളത് കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് ചെറുപയർ കിട്ടി. ഇനി കഞ്ഞി വെച്ച് നമ്മൾ ആറാടും. അപ്പോൾ ഇത്രയുമാണ് സാധനങ്ങൾ. പിന്നെ എക്സ്ട്രാ ഒരു ഓർഡിനറിയുടെ സിറം ഉണ്ട്. അത് ഇവിടുത്തെ ധനികം മേടിച്ചതാണ്, ഞാൻ മേടിച്ചതല്ല. ഇത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ കാർഡ്. അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇതിന് ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ. ഇതിലൊക്കെ കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം വൈകാതെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു നീണ്ട യാത്രയായിരുന്നു. തല പെരുക്കുന്നു, തല നല്ലോണം വേദനിക്കുന്നു. അപ്പോൾ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ടാറ്റാ, ചീസ്.